നമ്മളിൽ പ്രേക്ഷകരിൽ പലരുടെയും ആഗ്രഹമായിരുന്നു, അതായത് കണ്ടസ്റ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ, ഗെയിം കളിക്കാനുള്ള പൊട്ടൻഷ്യൽ, ഫിസിക്കലായിട്ടുള്ള നല്ലൊരു ഗെയിം അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ ആ ഒരു പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു ടാസ്കോ ഗെയിമോ ബിഗ് ബോസ് നൽകണം എന്നുള്ളൊരു കാര്യം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പാവക്കളി എന്ന് പറഞ്ഞുകൂടാ, അതായത് 3 ടീമുകൾ, 3 ആൾക്കാരടങ്ങുന്ന ഒരു ടീം, അങ്ങനെ ടീമുകൾ ഉണ്ടാക്കിയിട്ട് ആ ടീമുകൾക്ക് എന്ത് കൊടുക്കുകയാണ്? പാവകൾ നൽകുകയാണ്. ആ പാവകളുടെ പുറകിലായിട്ട് ബലൂണ് കൂടി ഉണ്ടാകും. ആ ബലൂണ് നഷ്ടമാകുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ബലൂണ് പൊട്ടുന്നതോട് കൂടിയിട്ട് ആ പാവകളുടെ ജീവൻ നഷ്ടമാകുമെന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടീമിലടങ്ങുന്ന അംഗങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ, ഈ പാവയെ മറ്റുള്ളവരിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഗെയിം വിജയിക്കണം. ഇവിടെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമ്മുടെ സിജോ ചേട്ടനും ഗബ്രി ചേട്ടനും അർജുൻ ചേട്ടനും, ഇവർ 3 പേരും ഒരു ടീമിലാണ് വന്നിരിക്കുന്നത്. അവരവസാനം ആ ഒരു സ്മോക്കിംഗ് ഏരിയയിൽ ആ ഒരു പാവേനെ സംരക്ഷിക്കാൻ പെടുന്ന പെടാപ്പാട് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അർജുൻ ചേട്ടനൊക്കെ ഒരുപാട് പേരെ ഒരു സമയത്ത് തന്നെ 3 പേരെയൊക്കെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്രയും നല്ലൊരു ഗെയിമറായിട്ട് അർജുൻ ചേട്ടൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഈ ഗെയിമിൽ ആര് തൂക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നല്ല ഗെയിമാണ്, അടിപൊളി ഗെയിമാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം.